നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം കൂട്ട ആത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർത്താവ് നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കായെന്ന് ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ. തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് കൊടുത്തുവെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ല. ഷൈനിയുടെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു. ഷൈനിയുടെ പേർക്ക് നോബി വാങ്ങിയ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നാണ് നോബി പറഞ്ഞതെന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജു പറഞ്ഞു. ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ കിട്ടുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് ഈ കുടുംബശ്രീ യൂണിറ്റ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഷൈനി പണം തിരിച്ചടച്ച് തുടങ്ങിയിരുന്നു. കുടുംബശ്രീ യൂണിറ്റിന് ഇപ്പോഴും 1,26,000 രൂപ ബാധ്യതയുണ്ട്. ഷൈനി മരിച്ചതോടെ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് അറിയില്ല. ഷൈനി വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നും കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീ യൂണിറ്റ് വെളിപ്പെടുത്തി. ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പണം വായ്പയെടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കാനുമായിരുന്നു. ജൂൺ വരെ പണം തിരിച്ചടച്ചിരുന്നു. വീട്ടിൽ നിന്ന് പോയതോടെ പണം അടയ്ക്കാതെ വായ്പ മുടങ്ങിയതോടെ നിക്ഷേപത്തിൽ നിന്നെടുത്ത് കുടുംബശ്രീ അംഗങ്ങളാണ് പണം തിരിച്ചടച്ചത്. നോബിയും കുടുംബവും പണം തിരിച്ചടക്കില്ലെന്ന് പറഞ്ഞു. ഷൈനിയുടെ പേരിലുള്ള 2 വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറാൻ നോബിയും കുടുംബം ഷൈനിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞത്. പണം അടയ്ക്കാൻ നിർവാഹമില്ലെന്നും അതുകൊണ്ട് പോലീസിൽ പരാതി നൽകാനും പറഞ്ഞ് ഷൈനിയാണ് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നുണ്ട്. ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ അടയ്ക്കണം എന്ന ആശങ്ക കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീക്കുണ്ട്. 1,26,000 രൂപയാണ് വായ്പ ഇനത്തിൽ ഇനി അടയ്ക്കാനുള്ളത്. ഈ തുക നോബിയും കുടുംബവും ഇനിയെങ്കിലും നൽകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഷൈനി പണം തിരിച്ചടച്ചു തുടങ്ങിയിരുന്നു. കുടുംബശ്രീ യൂണിറ്റിന് ഇപ്പോഴും 1,26,000 രൂപ ബാധ്യതയുണ്ട്. ഷൈനി മരിച്ചതോടെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് അറിയില്ലെന്നാണ്. ഷൈനി വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും പങ്കുവച്ചില്ലെന്നും കുടുംബശ്രീ യൂണിറ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. തൊടുപുഴയിൽ നിന്ന് പോയ ശേഷമാണ് ലോൺ മുടങ്ങിയത്. ഭർത്താവ് പണം നൽകാത്തതോടെ ഷൈനിയുടെ അറിവോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി പരിഹരിക്കുന്നതിന് പകരം നിയമ നടപടിക്ക് നിർബന്ധം പിടിച്ചത് സ്റ്റേഷനിലെത്തിയ ഭർത്തൃ സഹോദരൻ ഫാദർ ബോബിയാണെന്നും കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ തോമസ് പറഞ്ഞു. കേസിലെ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പറയും. ഏറ്റുമാനൂർ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസിന്റെ തുടരന്വേഷണത്തിന് ബാധിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ആത്മഹത്യാ പ്രേരണ കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഏറ്റുമാനൂരിൽ യുവതിയും 2 പെൺമക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂവരും ആത്മഹത്യ ചെയ്യാൻ പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഷൈനിയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പുറത്തിറങ്ങിയ ഇളയ മകൾ ബലം പിടിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. പിന്നീട് ഷൈനി 2 മക്കളെയും പിടിച്ചു നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. വെള്ളിയാഴ്ച പുലർച്ചെ 4 ദൃശ്യങ്ങളാണിവ. അതിനിടെ മൂവരും മരിക്കുന്നതിന് തലേദിവസം ഷൈനിയുടെ ഭർത്താവ് നോബി ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറഞ്ഞു. അവസാനം നീയും കുട്ടികളും പോയി മരിക്കൂ എന്നാണ് നോബി പറഞ്ഞത്. ഇത് കേട്ടതിലുള്ള മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെയാണ് ഷൈനി ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തെളിവ് ശേഖരണത്തിന് ശേഷമാണ്. സ്വന്തം മകളെ ആവശ്യമായ സമയത്ത് ചേർത്ത് നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപമാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിനെതിരെയും ശക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടാതെ പോയി. എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഷൈനിയെയും മക്കളെയും അറിയുന്നവർ പറയുന്നത്. പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. പിതാവ് കുട്ടികളോടടക്കം മോശമായാണ് പെരുമാറിയതെന്നാണ് ആരോപണം. കസ്റ്റംസിൽ നിന്നും റിട്ടയർഡായ ജോർജ് പുല്ലാട്ട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ജോർജ് പുല്ലാട്ട്. ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനുമുണ്ടെന്നാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത്. റോസ മിസ്റ്റിക്ക് ജോലി ചെയ്തിരുന്ന ഷൈനി അവിടെ നിന്ന് രാജിവെച്ചതിനെ കുറിച്ചാണ് ഈ കുറിപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് ഷൈനിയുടെ പിതാവ് മറ്റു ചിലരെ കൂട്ടി ഇയാൾ പരാതി കൊടുത്തിരുന്നു. കൂടാതെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുക്കിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതിയൊക്കെ കൊടുത്തു. എന്നാൽ പരാതികളിലൊന്നും കഴമ്പില്ലെന്ന് കണ്ട് അന്വേഷിക്കാൻ എത്തിയവരും തിരിച്ചുപോയി. നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിയിരുന്നത് സ്ഥാപനത്തിന്റെ ഉടമയായ പാഞ്ചോയെ അലട്ടിയിരുന്നു. കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന ഷൈനിയുടെ 2 പെൺമക്കൾ പാഞ്ചോയുടെ മക്കളുടെ കൂട്ടുകാരാണ്. അവർ മക്കളോടൊപ്പം കളിക്കും, സൈക്കിൾ ചവിട്ടും. തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളെ കൂട്ടുകാരായിരുന്ന ഓമന കുട്ടികളായിരുന്നു. പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നതെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴയെന്ന് ഇവിടെ വന്ന് താമസമാക്കിയത്.
വടകരയിൽ വീട്ടുപേര്. പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ. പിന്നീട് ബസ് മേടിച്ചു. അതെല്ലാം പൊട്ടി. പുള്ളിയുടെ 5 പിള്ളേര് മൂത്തതാ ഷൈനി. അവർ വല്ലപ്പോഴുമൊക്കെ തൊടുപുഴയെന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണും. എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു. റോസാ മിസ്റ്റിക്കൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാ വന്നത്. അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ ഒത്തിരി വർത്താനം പറയാത്ത ഷാനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു. പുള്ളിക്കാരിയുടെ കഴുത്തിൽ ഒരു കരുനീല പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ അമ്മയെ നിലത്തൂടി വലിച്ചഴിച്ചു, അടിച്ചു എന്നൊക്കെ പിള്ളേർ പറഞ്ഞു. ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു. ആദ്യമൊക്കെ ഷാനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാണ്. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷാനിയെ വലിയ കാര്യമായി. ഷൈനിയും എല്ലാവരുമായി കൂട്ടായി. ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു, പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ, ഷാനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു? 16,000 രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു. ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ കൊടുത്തിരുന്നു. സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ. കുറച്ച് പരിചയമായി കഴിഞ്ഞു. പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ. റോസാ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഷൈനി അവിടെ നഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ. അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ. എന്തു ചെയ്യാനാ? അങ്ങനെ 4 മാസം കഴിഞ്ഞ ഒരു ദിവസം ഷൈനി പറഞ്ഞു, അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക, അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറിൽ പോരും. കുറെ നാൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ അങ്കിളുടെ വണ്ടിയിൽ കയറരുതെന്ന് വെള്ളിയപ്പ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിച്ച് അവർ ഊടുവഴിയിലൂടെ ഓടിപ്പോയി. അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി. ഞങ്ങള് മിണ്ടാൻ പോലും പിള്ളേർ നിൽക്കുകയില്ല. കാരണം വെള്ളിയപ്പയെ പേടിയാ, അത്രയ്ക്ക് ദുഷ്ടനായാള്. സത്യത്തിൽ 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനമില്ലായിരുന്നു. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പനും അമ്മൂമ്മയും ഒക്കെ ഏറ്റവും സന്തോഷം. എന്നിട്ടും ആ മാലാക്ക കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലും ആക്കിക്കോണം. വല്യപ്പനെന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത്? ഷൈനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിലും പൊക്കുമോളെ, ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല എന്നാണ് പാഞ്ചോ പറയുന്നത്. എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനോട് 1/2 മണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ, അവസരവും കിട്ടിയില്ല. ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ആ ഹോസ്റ്റൽ തേടിയിറങ്ങി. അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ, എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. ഹോസ്റ്റലുകാർ പറഞ്ഞു, ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. പിള്ളേർ വളർന്നു വലുതാകുന്നത് വരെ ഷാനി എവിടെ പോകും? അന്ന് അവൾ കൂട്ടുകാരി ജെസിക്ക റോസാ മിസ്റ്റിക്കയിലെ കൂട്ടുകാരിയായിരുന്നു. അവൾക്ക് ശബ്ദ സന്ദേശം അയച്ചു. രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും. ഇത്രയും നിസ്സഹായായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടിട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചതെന്ന് വേണം കരുതാനെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.